ഒരിക്കൽ രാവണൻ സൈന്യസന്നാഹത്തോടുകൂടി ഇന്ദ്രലോകം വളഞ്ഞു. സംഭീതനായ ഇന്ദ്രൻ വിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. രാവണന് മരണസമയമായിട്ടില്ലെന്നും മരണസമയമാകുമ്പോൾ താൻ തന്നെ രാവണനെ വധിച്ചു കൊള്ളാമെന്നും മഹാവിഷ്ണു അരുളി ചെയ്തു. ഇന്ദ്രൻ നിരാശനായി മടങ്ങിവന്ന് രാവണനെതിരായി പടയൊരുക്കങ്ങൾ തുടങ്ങി. രാവണനും ഇന്ദ്രനും തമ്മിൽ ഘോരമായ യുദ്ധം തുടങ്ങി. ഇന്ദ്രൻ രാവണനോടും ഇന്ദ്രപുത്രനായ ജയന്തൻ മേഘനാഥനോടും യുദ്ധം ചെയ്തു. യുദ്ധം മൂർധന്യാവസ്ഥയെ പ്രാപിച്ചപ്പോൾ മേഘനാഥൻ ശിവദത്തമായ സമാധി എന്ന വിദ്യ പ്രയോഗിച്ചു. അതോടുകൂടി അദ്ദേഹം അന്യർക്ക് അദൃശ്യനായി തീർന്നു. മേഘനാഥൻ ശരമാരി വർഷിച്ചു തുടങ്ങി. ജയന്തൻ യുദ്ധഭൂമിയിൽ മോഹാലസ്യപ്പെട്ടു വീണു. ഇന്ദ്രാണിയുടെ അച്ഛനായ പുലോമാവ് ആരുമറിയാതെ ജയന്തനെ എടുത്ത് സമുദ്രത്തിൽ ഒളിപ്പിച്ചു. ജയന്തൻ മരിച്ചു എന്ന് എല്ലാവരും വിചാരിച്ചു. ദുഃഖവും വാശിയും നിറഞ്ഞ ഇന്ദ്രൻ വീണ്ടും രാവണനോട് അടുത്തു. ഇന്ദ്രന്റെ വജ്രമേറ്റ് രാവണൻ നിലംപതിച്ചു. മേഘനാഥൻ അദൃശ്യനായി ഓടിച്ചെന്ന് ഇന്ദ്രന്റെ രഥത്തിൽ ചാടിക്കയറുകയും ഇന്ദ്രനെ പിടിച്ചുകെട്ടുകയും ചെയ്തു. രാവണൻ എഴുന്നേറ്റു. രാവണനും മേഘനാഥനും കൂടി ബന്ധനസ്ഥനായ ഇന്ദ്രനെ ലങ്കയിൽ കൊണ്ടുവന്ന് അയാളെ ഇരുമ്പു ചങ്ങല കൊണ്ട് കൊടിമരത്തിന്റെ ചുവട്ടിൽ പൂട്ടിയിട്ടു. ദുഃഖിതരായ ദേവന്മാർ ബ്രഹ്മാവിന്റെ അടുക്കൽ ചെന്ന് സങ്കടം ബോധിപ്പിച്ചു. ബ്രഹ്മാവ് ലങ്കയിൽ വരികയും മേഘനാഥന് ഇന്ദ്രജിത്ത് അഥവാ ഇന്ദ്രനെ ജയിച്ചവൻ എന്ന പേര് നൽകുകയും ചെയ്തു. ഒരിക്കലും മരിക്കാത്ത വരം നൽകണമെന്ന് ഇന്ദ്രജിത്ത് ബ്രഹ്മാവിനോട് അപേക്ഷിച്ചു. അത് സാധ്യമല്ലെന്ന് ബ്രഹ്മാവ് അറിയിച്ചപ്പോൾ ഇന്ദ്രജിത്ത് വീണ്ടും അപേക്ഷിച്ചു. ഭഗവാനെ, ഞാൻ ഒരു ഹോമം ചെയ്തു കഴിയുമ്പോൾ ഹോമകുണ്ടത്തിൽ നിന്ന് ഒരു തേരും ആവശ്യമായ കുതിരകളും പുറപ്പെടണമെന്നും ആ തേരിൽ കയറി യുദ്ധം ചെയ്യുമ്പോൾ ആരും എന്നെ വധിക്കരുതെന്നും വരം തരണം. ഞാൻ ചെയ്യുന്ന ഹോമം അവസാനിപ്പിക്കാതെ ഉപേക്ഷിച്ചു പോകുമെങ്കിൽ ശത്രുക്കൾ എന്നെ വധിച്ചു കൊള്ളട്ടെ. ഈ വരം ബ്രഹ്മാവ് അനുവദിച്ചു കൊടുത്തു. 1 വർഷത്തെ ജയിൽവാസത്തിനു ശേഷം ഇന്ദ്രൻ ബ്രഹ്മനിർദ്ദേശമനുസരിച്ച് മോചിപ്പിക്കപ്പെട്ടു.